ജാതി, മതം, പൊളിറ്റിക്സ് എല്ലാം കണക്റ്റഡാണ്. അല്ലാതെ മനുഷ്യർ ജീവിക്കാൻ പറ്റില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ കപ്പറ എൻജോയ് തുടങ്ങി. മനുഷ്യന്മാരങ്ങനെയാണ്, എവിടെ ചെന്നാലും ആ ഒരു സിറ്റുവേഷൻ അനുസരിച്ച് എൻജോയ് ചെയ്യും. നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ എൻജോയ് ചെയ്യും. ഇത് നേരത്തെ പറഞ്ഞ പോലെ, ഡയറക്ടർ പറഞ്ഞ പോലെ, നമ്മുടെ ലൈഫിൽ ഇതെല്ലാം കണക്റ്റഡാണ്. ജാതി, മതം, പൊളിറ്റിക്സ് എല്ലാം കണക്റ്റഡാണ്. അല്ലാതെ മനുഷ്യർ ജീവിക്കാൻ പറ്റില്ല. ഇതെല്ലാം കണക്റ്റായി കിടക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു പണ്ടത്തെക്കാളും കുറഞ്ഞു വരുന്നുണ്ട് ഇപ്പോൾ. അതായത് ഈ ജനറേഷൻ്റെ വ്യത്യാസം അനുസരിച്ചിട്ട് ഒരുപാട് ചേഞ്ച് വന്നിട്ടുണ്ട്. താമസിക്കുന്നത് പറയുന്നത് തന്നെയാണ് എൻ്റെ വിശ്വാസം. എല്ലാവരും സിനിമ കണ്ടോ? അല്ല, കണ്ടവരെ ഉണ്ടോ? കണ്ടവരോട് ഞാൻ ചോദിക്കട്ടെ, നിങ്ങളാണ് ഞാൻ ചോദിക്കണം. സിനിമ എങ്ങനെയുണ്ട്? അത് മതി. കബറിനുള്ളിലുള്ള ഒരു അത് ആക്ച്വലി എനിക്കത് ഞങ്ങളത് വേറൊരു സംസാരിച്ചുള്ളൂ. അതങ്ങനെ സെറ്റ് ഇട്ട് അങ്ങനെ നമ്മൾ കബർ വേറെ തന്നെയാണ് ഷൂട്ട് ചെയ്തത്. അപ്പോൾ കബർ ഷൂട്ട് ചെയ്യുമ്പോൾ എനിക്ക് മെന്റലി കുറച്ച് പ്രശ്നങ്ങളുണ്ടായി. അത് കാണുമ്പോൾ നമുക്ക് മൈൻഡിനും നമ്മുടെ ഫുൾ മൂടി അകത്ത് വെക്കുമ്പോഴും ഞാൻ 2-3 പ്രാവശ്യം പെട്ടെന്ന് ടെൻഷൻ അടിച്ച് എനിക്ക് മകനൊക്കെ ഉണ്ടായി. പക്ഷെ ഞാൻ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ കപ്പറ എൻജോയ് തുടങ്ങി. മനുഷ്യന്മാരങ്ങനെയാണ്, എവിടെ ചെന്നാലും ആ ഒരു സിറ്റുവേഷൻ അനുസരിച്ച് എൻജോയ് ചെയ്യും. നമ്മളൊക്കെ മരിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ എൻജോയ് ചെയ്യും. അപ്പോൾ അത് നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ഭയങ്കര പിന്നെ എന്നെ പെർഫോം ചെയ്യുക എന്നുള്ളതൊക്കെ ഭയങ്കര സന്തോഷം. ഇതുപോലെ പൊളിറ്റിക്സ് ഒക്കെ പറയുന്നതാണ്. നിങ്ങൾ അത് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ടോ? ഞാൻ നേരത്തെ കണ്ടിട്ടുണ്ട്. ഞങ്ങളത് ഇത് ഫസ്റ്റ് സബ്ജക്ട് സംസാരിച്ചപ്പോൾ നമ്മൾ ബറീഡിനോട് സംസാരിച്ചത്. ബറീഡ് എനിക്കൊന്ന് കംപ്ലീറ്റ്ലി ഇതിന്റെ അകത്താണ്. ടോട്ടലി സിനിമ മൊത്തം നമ്മൾ ക്ലൈമാക്സിലാണ് മൊത്തം. അത് പിന്നെ കുറച്ച് അവരെ കയ്യിൽ ടോർച്ച് കുറച്ച് അങ്ങനെ സാധനങ്ങളൊക്കെ ഉണ്ട്. അതും രണ്ടാണ്. പക്ഷെ എനിക്ക് തോന്നുന്നു ഇങ്ങനെ നമ്മളെ അടുത്തൊന്നും ഇങ്ങനത്തെ ഒരു സബ്ജക്ട് ചർച്ച ചെയ്തിട്ടില്ല എന്നുള്ള ഈ കണ്ടന്റ് തന്നെയാണ് നമ്മളെ എക്സൈറ്റ് ചെയ്യിച്ചത്. ഈ മഞ്ഞുമൽ ബോയ്സിൽ കുഴി പോയിട്ട് ആളതിന്റെ അകത്ത് കുറെ നേരം ഉണ്ടല്ലോ, ആ സിനിമ വന്നപ്പോ നിങ്ങൾക്ക് പേടിയുണ്ടായിരുന്നു ഇത് ഇങ്ങനെ സംഭവിക്കുന്ന? മറ്റേ ഫാസിന്റെ ഒരു സിനിമ അതിന് മുമ്പ് തുടങ്ങിയതാണോ ഇതിന്റെ ഷൂട്ട്? അതോ മഞ്ഞുമല്ല് ഷൂട്ട് നടക്കുമ്പോൾ നമ്മുടെ കഴിഞ്ഞു. ഒരുപോലെ കുറച്ച് ആളുകൾ ചിന്തിക്കുന്ന പോലെ തോന്നുകയും നിങ്ങളുടെ പ്രൊജക്ട് എന്തൊരു ബുദ്ധിമുട്ട് വരികയും ചെയ്തോ? ഒരുപോലെ ചിന്തിക്കുന്ന ആൾക്കാരെ കണ്ടിട്ടുണ്ട്. പക്ഷെ ഒരേ സാധനം 10 രീതിയിലായിരിക്കാം വരിക എന്നുള്ളതാണ്. അപ്പൊ അതെനിക്ക് ഭയം ഉണ്ടായിരുന്നെങ്കിൽ കൂടി നമ്മുടേതായ ഒരു വ്യത്യസ്തത ഉണ്ടാവും എന്നറിയാമായിരുന്നു.